എല്ലാ വർഷവും കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. ലെറ്റർ എല്ലാം നമ്മൾ കൊടുക്കേണ്ടവിടെയെല്ലാം കൊടുക്കേണ്ടതാണ്. പക്ഷെ പ്രത്യേകിച്ച് നമുക്കൊരു ഉത്തരം എന്നുള്ള രീതിയിൽ എവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ മാത്രം നടക്കുന്നതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുതിയ ഹോസ്റ്റലിൽ എന്നുള്ള ഒരു ആവശ്യം ഇതുവരെ അംഗീകരിച്ച് തന്നിട്ടില്ല. ഇത് ഈ ഏതൊക്കെ വർഷത്തെ വിദ്യാർത്ഥികൾ, എത്ര വിദ്യാർത്ഥികളോട് പഠിക്കുന്നു? മൊത്തം പറയുകയാണെങ്കിൽ ഒരു 250 മുകളിൽ ഏകദേശം 300 അടുത്തോളം വിദ്യാർത്ഥികൾ, BPharm വിദ്യാർത്ഥികളുണ്ട്, MBBS വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. അതിനകത്ത് ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, അതിൻ്റെ കൂടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ വിങ്ങിൽ വരുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള സീനിയേഴ്സ്, തേർഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സും ഒക്കെ. കഴിഞ്ഞ വർഷമല്ലേ ഒരു കുട്ടിയുടെ ദേഹത്ത് ഒരു കോൺക്രീറ്റ് പാളി അടഞ്ഞത്? അത് മുകളിലത്തെ നിലയിലാണ് ആ റൂമിൽ തന്നെ ലീക്കും ഉണ്ട്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം റൂമിലേക്ക് ലീക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെസ്വിങ്ങിലാണെങ്കിൽ പോലും മഴ പെയ്യുന്ന സമയത്ത് ലീക്ക് ഉണ്ട്. പറഞ്ഞിരുന്നോ നേരത്തെ പലതവണ നിങ്ങൾ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു? മറ്റ് ചോർച്ചയുടെ കാര്യം, അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളി വീണ സമയത്തൊക്കെ നമ്മളിത് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ്. നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോഴും വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ പ്രതികരിക്കരുത്, അല്ലെങ്കിൽ പരാതി പറയരുത്, അകത്തേക്കാരെയും കയറ്റരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം വന്നിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പറയാൻ തയ്യാറായിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ ഈ ഹോസ്റ്റലിലെത്തി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞ പ്രകാരം ഏകദേശം 250ഓളം ആളുകൾ, വിദ്യാർത്ഥികൾ, PG സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവർ എല്ലാം ഈ റൂമുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു മുറി പോലും പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന തരത്തിലില്ല എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പുതിയൊരു ഹോസ്റ്റൽ ബിൽഡിംഗ് കൂടി ഉണ്ട് അപ്പുറത്ത്. പക്ഷേ അതിൻ്റെ ഒരു ആ ബിൽഡിങ്ങിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അകത്തെ പ്രശ്നം മാത്രമല്ല, പുറത്തും അതൊക്കെ തന്നെ അവസ്ഥ. ചുറ്റും വേസ്റ്റ് അവിടെ ഉണ്ട്. ഒരു കാടാണ്. അതിനകത്ത് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ ഈ പഴയ സിനിമയിലെ ചില ഹോണ്ടഡ് കെട്ടിടം പോലെയൊക്കെ നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ തോന്നും. അകത്ത് കയറി ഇതാണ് അവസ്ഥ. വല്ലാത്ത അവസ്ഥയാണ്. കുട്ടികളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ടോബി. അതെ ആശ്മി, തീർച്ചയായിട്ടും വല്ലാത്തൊരു അവസ്ഥയാണ്. അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമുക്കിത് കയറി കാണുമ്പോഴാണ്, നേരത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ പലരോടും ചോദിച്ചെങ്കിലും ആരും തന്നെ അകത്തേക്ക് കയറ്റാൻ തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പാളി, അതായത് ഈ മേളത്തെ കോൺക്രീറ്റിൻ്റെ പാളി അടർന്നു വീണ ഒരു കട്ടലിൽ കിടന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് വീഴുന്നത്. അതേ തുടർന്ന് വലിയ പ്രക്ഷോഭം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ SFI, കോൺഗ്രസ്, KSU, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം, എല്ലാ വിദ്യാർത്ഥികളും ഒന്നടങ്കം ഇറങ്ങി ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ മെയിൻ ബിൽഡിങ്ങിൽ ചില അറ്റകുറ്റപ്പണികൾ നടന്നു. എന്നാൽ അതാണ് അവിടുത്തെ അവസ്ഥ. അത് ക്യാമറയിൽ തന്നെ കാണുന്നവർക്ക് ആർക്കും ബോധ്യപ്പെടും. കുട്ടികൾ പറയുന്നത് തരിമ്പോലും അതിശോക്തിയില്ല എന്ന് പറയുന്നത്. പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കാണുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് BJPയുടെ പ്രതിഷേധമാണ് കണ്ടത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുകയാണ് ഒരു വിൻഡോയിൽ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെയുള്ള പ്രതിപക്ഷ സംഘടനകൾ തന്നെ അങ്ങനെ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.